ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ മിയാവാക്കി ഫോറസ്റ്റ് വീഡിയോയുടെ സെക്കൻഡ് പാർട്ടാണിത്. ആ ഗ്രീൻ മാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്താണ് നമ്മൾ നമ്മുടെ മിയാവാക്കി ഫോറസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അവിടെ ഒരു 250 സ്ക്വയർ ഫീറ്റ് ഏരിയയിൽ 1 മീറ്റർ ആഴത്തിൽ ഒരു കുഴി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ആ കുഴി നിറയ്ക്കുന്ന പരിപാടിയാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എന്തായാലും തൊട്ടടുത്ത പറമ്പിൽ തന്നെ കാടൊക്കെ വെട്ടി ഒരുപാട് കരിയിലയും ചപ്പുചവറൊക്കെ ഉള്ളത് നമ്മളൊന്ന് സെറ്റാക്കി കുഴീൻ്റെ അടുത്തേക്ക് മാറ്റാൻ വേണ്ടി നോക്കുകയാണ്. നമ്മൾ ഇന്നത്തെ മെയിനായിട്ടുള്ള പരിപാടി ഈ കുഴിയിൽ മണ്ണും ചാണകവും നമ്മുടെ കമ്പോസ്റ്റും ചേർത്ത് മിക്സാക്കി അതിൻ്റെ പുറത്ത് കരിയിലയും കൂടെ കൂട്ടിയിട്ടതിന് ശേഷം 2 മാസം നമ്മൾ സമയം കൊടുക്കും അത് മൊത്തത്തിലൊന്ന് കമ്പോസ്റ്റ് ആയി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാണ് നമ്മളിന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആദ്യം തന്നെ നമ്മൾ ഏകദേശം ഒരു പകുതിയോളം തന്നെ കുഴിയുടെ പകുതിയോളം തന്നെ മണ്ണും ചാണകവും കമ്പോസ്റ്റും കൂടെ മിക്സാക്കി നിരത്തും. അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ കരിയിലിടാൻ വേണ്ടി പോകുന്നത്. അപ്പം രാജുവേട്ടനും രവിയും കൂടി മണ്ണ് കുഴിയിലേക്ക് മാറ്റാൻ തുടങ്ങി. തൊട്ടടുത്ത വീട്ടിൽ തന്നെ പശു ഉള്ളതുകൊണ്ട് ചാണകത്തിന് ഒരു ക്ഷാമവുമില്ല. ഇഷ്ടം പോലെ ഉണക്കച്ചാണകം അവൈലബിൾ ആണ്. അപ്പോൾ ഞങ്ങൾ ആവശ്യത്തിന് ഉണക്കച്ചാണകം അവിടുന്ന് കോരി കുഴിയിലേക്ക് മാറ്റുന്ന പരിപാടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. രാജുവേട്ടൻ നമ്മുടെ അർബാനയൊക്കെ ഉപയോഗിച്ച് നേരെ കുഴിയിലേക്ക് ചാണകം കൊണ്ട് തട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതേ നമ്മൾ ഇനി ആഡ് ചെയ്യാൻ പോകുന്നത് ഇവനാണ് നമ്മുടെ മെയിൻ താരം. ഇവനെയാണ് ആഡ് ചെയ്യുന്നത്. ഈ ഒരു കമ്പോസ്റ്റിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഞാൻ അതിനെപ്പറ്റി വിശദമായിട്ട് തന്നെ വീഡിയോയുടെ അവസാനം പറഞ്ഞുതരാം. അപ്പോൾ നമ്മളെന്തായാലും ഇതും കൂടെ ആഡ് ചെയ്തതിന് ശേഷമാണ് നമ്മുടെ കുഴി നിറയ്ക്കാൻ വേണ്ടി പോകുന്നത്. അതായത് ആദ്യം നമ്മൾ മണ്ണും ചാണകവും കുഴിയിലിട്ടതിന് ശേഷം ഇത് അതിൻ്റെ മുകളിൽ ഒരു ലെയർ പോലെ ഇടും. എന്നിട്ട് എല്ലാം കൂടെ മിക്സാക്കും. പിന്നെ അതേ പ്രോസസ്സ് തന്നെ മണ്ണും ചാണകവും വീണ്ടും നിറച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ ഇതും കൂടി ഇട്ട് നമ്മൾ വീണ്ടും മിക്സാക്കും. അപ്പം ഇങ്ങനെ ഒരു ലെയർ ബൈ ലെയറാണ് നമ്മളിത് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ ഏകദേശം നമ്മൾ കുഴിയുടെ പകുതിയോളം തന്നെ ഇങ്ങനെയാണ് നിറയ്ക്കുന്നത്. അപ്പോൾ മണ്ണും ചാണകവും നമ്മുടെ കമ്പോസ്റ്റും കൂടി ചേർന്നത് അവർ നന്നായിട്ട് മിക്സ് ചെയ്യുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിൽ 1-2 ലെയറും കൂടെ വന്നു കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ കുഴിയുടെ പകുതിയോളം എത്തത്തുള്ളൂ. അപ്പോൾ ഏകദേശം നമ്മുടെ കുഴി നിറയ്ക്കുന്നതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് അവരെത്തിയിട്ടുണ്ട്. ഇനിയിപ്പം ലാസ്റ്റ് ഭാഗം മാത്രമേ നമുക്കങ്ങനെ ചെയ്യാൻ വേണ്ടിയുള്ളൂ. അപ്പം ആ ഒരു ഭാഗം കൂടി നിറച്ച് നന്നായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചേർത്ത് മണ്ണും ചാണകപ്പൊടിയും നമ്മുടെ കമ്പോസ്റ്റും കൂടെ ചേർത്ത് മിക്സ് ആയി കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ കുഴി പകുതിയോളം വൃത്തിയായിട്ട് നിറയും. അപ്പം മണ്ണും ചാണകവും നമ്മുടെ കമ്പോസ്റ്റും കൂടി ഇട്ട് നന്നായി മിക്സ് ചെയ്ത് പകുതിയോളം കുഴി നമ്മൾ നിറച്ചു കഴിഞ്ഞു. അപ്പം ആദ്യത്തെ ഒരു സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിൽ ഒന്നും കൂടി ആ കമ്പോസ്റ്റ് നന്നായിട്ട് വിതറി കൊടുക്കുന്നുണ്ട്. ഇത് ഈ ഒരു കമ്പോസ്റ്റിംഗ് പ്രോസസ്സ് ഒന്ന് സ്പീഡപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഇതിൻ്റെ മുകളിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. രാജുവേട്ടനത് അങ്ങനെ എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് വിതറി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ എടുത്തു വെച്ച് കരിയിലയും പുല്ലും ചപ്പും ചവറും ഒക്കെ ഇതിൻ്റെ മുകളിലിട്ട് നല്ലൊരു ലെയർ പോലെ ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ രവി അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി കുഴി മുഴുവൻ നമ്മൾ നിറയ്ക്കും. രണ്ട് മാസം കഴിയുമ്പോഴത്തേക്ക് ഈ പറയുന്ന ചപ്പു ചവറും അടിയിലത്തെ മണ്ണും ചാണകവും എല്ലാം നല്ല രീതിയിൽ കമ്പോസ്റ്റായിട്ട് മാറിയിട്ടുണ്ടാവും. ഇപ്പം നമ്മൾ ഇതിൻ്റെ മുകളിൽ ഈ പുല്ല് നിറയ്ക്കുന്നതിൻ്റെ മെയിനായിട്ട് ഉദ്ദേശം ഇതിനകത്തൊരു ഈർപ്പം നിലനിർത്താൻ വേണ്ടിയാണ്. നമ്മൾ ഇതിൻ്റെ മുകളിൽ നമ്മുടെ കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന ഒരു മിശ്രിതം നമ്മൾ തളിക്കുന്നുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. അതുമാത്രമല്ല നമ്മൾ ആഴ്ചയിൽ ഒരിക്കലൊക്കെ വന്ന് ഇതൊന്ന് വെള്ളം നനച്ച് കൊടുക്കുകയും ചെയ്യും ആ ഒരു ഈർപ്പം നിലനിർത്താൻ വേണ്ടിയിട്ട്. എന്തായാലും നല്ല തുറന്ന ഓപ്പൺ സ്പേസ് ആയതുകൊണ്ട് ഇത് 2 മാസത്തിനുള്ളിൽ തന്നെ നല്ല രീതിയിൽ കമ്പോസ്റ്റ് ആവുമെന്നാണ് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നത്. കൃത്യമായ അപ്ഡേറ്റുകളൊക്കെ നിങ്ങൾക്ക് എന്തായാലും ഞങ്ങൾ തരും. അപ്പം കുഴി നന്നായിട്ട് കരിയിലയും പച്ച ചപ്പൊക്കെ ഇട്ട് മൂടി രാജുവേട്ടൻ അതിൻ്റെ മുകളിൽ
കുറച്ചും കൂടി നമ്മുടെ കമ്പോസ്റ്റ് വിതറി കൊടുക്കുകയാണ്. അപ്പോൾ ഇനി എന്താണ് ഈ കമ്പോസ്റ്റ് എന്നുള്ളതിനെപ്പറ്റി ഞാൻ കൃത്യമായിട്ട് നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. ഞാൻ നേരത്തെ കാണിച്ച കമ്പോസ്റ്റ് ഉണ്ടാക്കിയത് ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചാണ്. ഇതാണ് ആഗ്രി പോയിന്റിൻ്റെ ഈസി കമ്പോസ്റ്റർ എന്ന് പറയുന്ന ബയോ കൾച്ചർ. ഇത് ബാക്ടീരിയകളുടെയും ഫംഗസിൻ്റെയും ഒരു മിശ്രിതമാണ്. ഇതുപയോഗിച്ചാണ് നമ്മൾ ഫുഡ് ഗ്രേഡ് ആയിട്ടുള്ള സകല മെറ്റീരിയൽസിനെയും എത്രയും പെട്ടെന്ന് നമ്മൾ കമ്പോസ്റ്റായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഇതൊരു അമേരിക്കൻ ടെക്നോളജിയാണ്. ഇതിപ്പോൾ നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ്. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ രാജുവേട്ടൻ ഏകദേശം മൊത്തത്തിൽ നമ്മുടെ കമ്പോസ്റ്റിൻ്റെ പൊടിയൊക്കെ ആ പുല്ലിൻ്റെ മുകളിൽ വിതറിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മളിപ്പോൾ കണ്ട പാക്കറ്റിലുള്ള ആ ബയോ കൾച്ചർ ഒരു 100 ഗ്രാം എടുത്ത് നന്നായിട്ട് വെള്ളത്തിൽ നല്ലപോലെ കലർത്തിയതിന് ശേഷം നമ്മൾ ആ പുല്ലിൻ്റെയൊക്കെ മുകളിൽ നന്നായിട്ട് തളിച്ചു കൊടുക്കും. അതും കൂടെ ചെല്ലുന്നതോടുകൂടി നമ്മുടെ കമ്പോസ്റ്റിങ് എത്രയും പെട്ടെന്ന് സ്റ്റാർട്ടാവും. എനിക്ക് തോന്നുന്നു നമ്മളിങ്ങനെ ഒരു പ്രോസസ്സ് ഇത്രയും നന്നായിട്ട് ചെയ്തുകൊണ്ട് ഒരു 2 മാസത്തിലും മുന്നേ തന്നെ നമുക്ക് നല്ല രീതിയിൽ ഇത് കമ്പോസ്റ്റായി കിട്ടുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പം രവി അത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി അത് നമ്മൾ മൊത്തം ആ പുല്ലിൻ്റെ മുകളിലും തളിച്ചു കൊടുക്കും. അതിനുശേഷം നമുക്ക് ആകെ ചെയ്യാനുള്ളൊരു പ്രോസസ്സ് എന്ന് പറയുന്നത് ആഴ്ചയിലോ 2 ആഴ്ച കൂടുമ്പോഴോ വന്ന് ഒന്ന് വെള്ളം നനച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഈ പുല്ലിൻ്റെ പുറത്ത്. അതും ആവശ്യമുണ്ടെങ്കിൽ മാത്രം. അപ്പോൾ സാധാരണ മിയാവാക്കി ഫോറസ്റ്റ് വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ 2 മാസം മുമ്പേ കമ്പോസ്റ്റ് തയ്യാറാക്കേണ്ട കാര്യമൊന്നുമില്ല. പകുതി കുഴി മണ്ണ് നിറച്ച് അതിൻ്റെ മുകളിൽ നമ്മുടെ ഉമിയും ചകിരിച്ചോറും മണ്ണും ഒക്കെ ചേർന്ന് ചാണകമൊക്കെ ചേർന്ന് മിക്സാക്കി ഒരു മെത്ത പോലെ ആക്കിയതിന് ശേഷം ഡയറക്റ്റ് ചെടി നടുകയാണ് പതിവ്. ഞങ്ങൾ പിന്നെ ഇങ്ങനൊരു സമയം നമുക്കുള്ളത് കൊണ്ട് നമുക്ക് ഈ മെറ്റീരിയൽസൊക്കെ അവൈലബിൾ ആയതുകൊണ്ടും നമ്മൾ അതിൻ്റെ അടിയിൽ കൂടി ഒരു നല്ല കമ്പോസ്റ്റിൻ്റെ ഒരു ലെയർ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ പ്ലാന്റിനൊക്കെ എത്രയും നന്നായിട്ട് വളരാനുള്ളൊരു അറ്റ്മോസ്ഫിയർ അവിടെ ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. എന്തായാലും ഈ ഒരു രീതി സക്സസ് ആവുമെന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. കാരണം മണ്ണ് എത്രത്തോളം ഫലഭൂയിഷ്ടമുള്ളതാകുന്നോ അത്രത്തോളം ചെടി നന്നായിട്ട് വളരും എന്നുള്ള കാര്യം നമുക്കൊക്കെ അറിയാമല്ലോ. അപ്പോൾ എന്തായാലും ഇതിൻ്റെ വരും വീഡിയോകളും കാര്യങ്ങളും അപ്ഡേറ്റ്സുകളും ഒക്കെ ഞങ്ങൾ കൃത്യമായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.